ആ പഴയ സ്നേഹം അതിപ്പോ തീരെയില്ല അല്ലെ. പണ്ടത്തെ പോലെ ഒന്ന് മിണ്ടാൻ, ഒന്ന് ചേർത്തിരിക്കാൻ അവർക്ക് സമയമില്ലാതായിരിക്കും. വാട്സപ്പിലുള്ള മെസ്സേജുകൾ കുറഞ്ഞു. ഫോൺ കോളുകൾ വെറും ചടങ്ങുകളായി മാറി. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എനിക്ക് എവിടെയാണ് തെറ്റിയതെന്ന്. സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ അവരുടെ പുറകെ നടന്ന് യാചിക്കേണ്ട ഗതികേട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്നേഹം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരും അതിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഒന്ന് നോക്കാം, സ്നേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്. വെൽക്കം ടു ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്. ഞാൻ ദിനേശ് ഭുങ്ങത്ത്. പുതിയ ഒരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്ന വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു സത്യത്തെ കുറിച്ചാണ്. നിങ്ങൾക്കിത് കേൾക്കാനും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് ഐ എം ഹാപ്പി ആൻഡ് റെഡി ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് തുടങ്ങാം. കാരണം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കി വെക്കാത്ത ചില സത്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു ചില ചില യാഥാർത്ഥ്യങ്ങളെ മാത്രം. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമായി ചേർത്ത് വെക്കാൻ പറ്റും. ബന്ധങ്ങളിൽ നല്ല എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോന്നില്ല അത് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും പരാതിപ്പെടാറുണ്ട് അല്ലെ, അവർക്ക് എന്നോട് സ്നേഹമില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ ബന്ധങ്ങൾ ഒരു കണ്ണാടി പോലെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണാടിയിൽ നോക്കി നമ്മൾ ചിരിച്ചാൽ തിരിച്ച് നമുക്ക് എന്ത് കിട്ടും? താഴെ ഒന്ന് ടൈപ്പ് ചെയ്യോ. കണ്ണാടിയിൽ നോക്കി ചിരിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? ടൈപ്പ് 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 ടൈപ്പ്. യെസ്, നിങ്ങളുടെ ഉത്തരങ്ങളാണ് എനിക്ക് ആവശ്യമുണ്ട്. മുഖമൊന്ന് ചുളിച്ചാൽ തിരിച്ചു കിട്ടുന്നത് എന്തായിരിക്കും? അതും ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ. ഇരിക്കട്ടെ. കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചില സത്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരിൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന സത്യം ആദ്യം ഒന്ന് ഉൾക്കൊള്ളുക. അതുകൊണ്ടാണ് മറ്റുള്ളവർ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്ക് നമ്മളെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമാണ് ബന്ധങ്ങൾ നമ്മളിലേക്ക് താനേ അടുത്തു വരുന്നത് എന്ന സത്യം. ഇവിടെയാണ് ഏറ്റവും യാഥാർത്ഥ്യമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും സ്നേഹം യാചിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നവരാണ്. ഡോണ്ട് ബെഗ് ഫോർ ലവ്. സ്നേഹം യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല, നമ്മളിലേക്ക് ആകർഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് സത്യം അറിയുക. അപ്പോൾ ഇതിന് ഞാൻ 5 കാര്യങ്ങൾ താഴെ പറയാം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശീലിച്ചു തുടങ്ങൂ, ജീവിതം മാറാൻ തുടങ്ങുമെന്ന് പറയും. അപ്പോൾ അതിനുള്ള കുറെ ക്ലാസ്സുകൾ നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഹബിൽ സംഘടിപ്പിക്കുന്നുണ്ട്. റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ കുടുംബപരമായ ബന്ധങ്ങളാവാം, ദാമ്പത്യമാകാം, മക്കളുമായിട്ടുള്ളതാവാം, അയൽക്കാരുമായിട്ടാവാം, അതുപോലെ തന്നെ നമുക്ക് ബന്ധുജനങ്ങളുമായിട്ടാവാം, ഓഫീസിലാവാം, കൊളീഗ്സുമായിട്ടാവാം, സുപ്പീരിയേഴ്സുമായിട്ടാവാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഈ ബന്ധങ്ങളൊക്കെ ചേർത്ത് വെക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് കോഴ്സുകൾ ജോയിൻ ചെയ്യാം, ജീവിതത്തിൽ മാറ്റപ്പെടുത്താം. താഴെ അഡ്മിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തേക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്തേക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ബാക്കി 5 കാര്യങ്ങൾ വിശദമായി നിങ്ങൾ എഴുതി വെച്ചോളുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഒന്നാമതായി എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇവിടെ ഒന്നാമത് ശ്രദ്ധിക്കുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. നമ്പർ 1. അപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ എളുപ്പം, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ മനസ്സിലാത്തത്? അല്ല, അത് പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. എന്താണ്? നമ്മൾ പലപ്പോഴും സംസാരിക്കാൻ തിരക്ക് കൂട്ടുന്നവരാണ്. ഞാനിപ്പോ ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ എന്നോട് തിരിച്ചു പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം ഇത് വീഡിയോ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. നേരിട്ടാണെങ്കിൽ നിങ്ങൾ 10 കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഒന്ന് പറയുമ്പോൾ. പക്ഷേ അവരുടെ മൗനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ പരാതികൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കാതെ അവരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവരെ കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ സ്നേഹം താനേ വളരും. നിങ്ങൾക്കും അതല്ലേ? നിങ്ങൾക്കൊരാൾ കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നുമെങ്കിൽ തിരിച്ചു മറ്റുള്ളവർക്കും അത് തന്നെയല്ലേ സംഭവിക്കുക? ഞാൻ എൻ്റെ മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ
വളരെ വിശദമായി തന്നെ ഒരു പ്രശ്നത്തിന് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യഥാർത്ഥ പ്രശ്നത്തെ പറ്റിയിട്ടും അതിനെപ്പറ്റി വിശദമായ ഒരു ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം ഉള്ളവരൊന്ന് എടുത്തു നോക്കുക, ഇല്ലാത്തവർ വാങ്ങിച്ചോളാം, അഡ്മിനെ വിളിച്ചാൽ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നതിന് പകരം അവരുടെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ സ്നേഹം താനേ വളരും. വളരെ വിശദമായി പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റമാണിത്. രണ്ടാമത്തെ കാര്യം, വികാരങ്ങളെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞു. നമ്മൾ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവരാണ്. വിഷമങ്ങളെ തൊട്ടറിയുകയാണ് ചെയ്യേണ്ടത്. വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയല്ല വേണ്ടത്, അവരുടെ വിഷമങ്ങളെ ഒന്ന് തൊട്ടറിയുക. സാരമില്ല, ഞാൻ കൂടെയുണ്ടെന്ന് ഒരൊറ്റ വാക്ക് മതി നമുക്ക് ആശ്വസിക്കാനെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെയാണ് പ്രധാനം. അകന്നുപോയ പലരും ഓടി അരികിലെത്താൻ നമ്മൾ അത് മാത്രം ശീലിച്ചാൽ മതി. എന്തോ ഒന്ന് നമ്മൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നൽ. അപ്പൊ അവരുടെ വികാരങ്ങളെ നമ്മൾ ചേർത്ത് വെക്കണം. മൂന്നാമത്തെ കാര്യം, ബഹുമാനം കൊടുക്കുക. സ്നേഹം എന്നത് അവകാശമുള്ള കാര്യമൊന്നുമല്ല, അത് ബഹുമാനത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ബഹുമാനം ഇരട്ടിയായി സ്നേഹത്തിന്റെ രൂപത്തിൽ തിരിച്ചു ലഭിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്നേഹം ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന സാധനമല്ല. സ്നേഹം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തോ ഒന്ന് നമ്മൾ കൊടുക്കണം. അതാണ് ബഹുമാനം എന്ന് പറയുന്നത്. ബഹുമാനം ഇഷ്ടപ്പെടാത്ത ഒരു കുഞ്ഞു കുട്ടി മുതൽ വലിയവരിൽ എല്ലാവർക്കും വേണം ബഹുമാനം. ബഹുമാനത്തിന് പകരം നിങ്ങൾക്ക് സ്നേഹം കിട്ടും. നിങ്ങൾക്ക് ബഹുമാനം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്നേഹത്തിന് യാചിച്ച് നടന്നിട്ടും കാര്യമില്ല, ലഭിക്കില്ല. നാലാമത്തെ കാര്യം, അവരുടെ സന്തോഷം നമ്മുടേതുമായി മാറണം. നമുക്ക് എന്ത് കിട്ടിയെന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് മിക്കവരും, അല്ലെ? നിങ്ങൾ എല്ലാവരും എന്താ ആഗ്രഹിക്കുന്നത്? എപ്പോഴും എനിക്ക് എന്ത് കിട്ടി, എന്നെ അയാൾ അങ്ങനെ ചെയ്തു, എന്നെ ഇയാൾ ഇങ്ങനെ ചെയ്തു, എന്നെ അവരെങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, ഇതല്ലേ പറയാനുള്ളൂ. എന്താണ് നമ്മൾ കൊടുത്തത്? ഒന്ന് കണക്കൂട്ടി നോക്കിയേ. നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? നല്ലത് എത്ര കൊടുത്തിട്ടുണ്ട്, ചീത്ത എത്ര കൊടുത്തു? നമ്മളൊരു ചീത്തയും കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെ? സ്വാഭാവികമാണ്, മനുഷ്യർ അങ്ങനെ പറയാൻ പറ്റും. നമുക്കൊരാളുടെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എന്തോ കൊടുത്തത് നന്നായിട്ടില്ല. അവർക്ക് എന്ത് കൊടുത്തു എന്ന് ആലോചിക്കുക. അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ തെളിയുന്ന, അവരുടെ കണ്ണിൽ തെളിയുന്ന ഒരു തിളക്കമുണ്ട്. അത് മതി ബന്ധം ദൃഢമാക്കാനായിട്ട്. ഞാൻ ഈ പറയുന്നതിനെല്ലാം നിങ്ങളൊരു ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് വെക്കണം. കാരണം ഇത് യഥാർത്ഥ ബന്ധത്തിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ടതാണ്. കണ്ടവരും വന്നവരും പോയവരും എല്ലായിടത്തും ചേർത്ത് വെക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണെന്ന് കരുതുന്നവരുണ്ടല്ലോ, അത് ശരിക്കും ഫിൽട്ടർ ചെയ്ത് കരുതണേ. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ നടക്കുന്ന കുറെ അബദ്ധധാരികളുണ്ടല്ലോ, അല്ലെങ്കിൽ കുറെ തൽപര കക്ഷികളുണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടേതായി മാറിയ നമ്മുടെ ആൾക്കാരെ പറ്റിയിട്ട് മാത്രമാണ് ഈ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു, മറ്റതെല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ച, ചാനൽ പുതിയതാണോ നിങ്ങൾ കാണുന്നത്, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തോ? എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗുണകരമായി മാറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താഴെ 2 വാക്ക് എഴുതി വെച്ചേക്കുക. ഒരു ഷെയറിങ്, നിങ്ങൾ ആരുടെയും ചങ്കുകൾക്ക്, നിങ്ങളെ സ്നേഹിക്കാത്ത കുറച്ച് ചങ്കുകളുണ്ട് എന്നല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത്, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാൻ, ഞാനും ചെയ്യാം, നീയും ചെയ്യൂ എന്ന രീതിയിൽ താഴെ ഒരു കമന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. പറയുക, നീ ഇതുപോലെ ചെയ്യൂ, ഞാൻ ഇതുപോലെ ചെയ്യാം, അപ്പോൾ നമ്മുടെ ബന്ധം ഊഷ്മളമാകുമെന്ന് പറയാം. ഓക്കെ, ഭർത്താവിനൊന്ന് അയച്ചു കൊടുത്തേക്ക്, ഭാര്യക്കൊന്ന് അയച്ചു കൊടുത്തേക്ക്. ഓക്കെ, ശരി. അപ്പൊ അഞ്ചാമത്തെ കാര്യം, തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്. കള്ളത്തരങ്ങൾ അധിക നാളും നിലനിൽക്കില്ല. തെറ്റുകൾ പറ്റിയാൽ സമ്മതിക്കുക. സത്യസന്ധതയാണ് ഏതൊരു ബന്ധത്തിന്റെയും നട്ടെല്ലെന്ന് തിരിച്ചറിയുക. ഇന്നലെ രാത്രി ഉറങ്ങാൻ സമയത്ത് വൈഫ് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വെറുതെ കോഷ്യൽ ടോക്സ് അല്ലെ. ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, കള്ളങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഹാനികരമാകുന്ന കള്ളങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല എന്ന് ജീവിതത്തിന് മുഴുവൻ, ഇത്രയും വർഷത്തെ 20 വർഷം മറ്റോ ആയി ഒന്നിച്ചുള്ള ജീവിതം, ഈ ജീവിതത്തിൽ ഇതുവരെ ഉള്ള ഇതിൽ പറയേണ്ടി വന്നിട്ടില്ല എന്നാണ്. ചിലപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു, കഴിച്ചില്ല, അല്ലെങ്കിൽ വിശക്കുന്നു, വിശക്കാതെ വിശക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു പോകും ജീവിതം. അതല്ലാതെ കണ്ട് ചതിക്കുക, വഞ്ചിക്കുക, പറ്റിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ള ദൈവാദിനം പോലെ. അതുപോലെ അധിക നാളം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പറഞ്ഞേക്കാം, അത്രേ ഉള്ളൂ.
സത്യസന്ധതയാണ് ഏതൊരു ബന്ധത്തിന്റെയും നട്ടെല്ലെന്നറിയും. സത്യസന്ധമായുള്ള ഇല്ലാത്തൊരു ബന്ധത്തിനും യഥാർത്ഥ നിലനിൽപ്പില്ല. അപ്പോൾ നമുക്ക് സത്യമേവ ജയതേ എന്ന് പറയുന്ന പോലെ സത്യം മാത്രമാണ് ജയിക്കുക. നമ്മൾ സത്യസന്ധമായി തന്നെ ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതം എപ്പോഴും നമ്മൾ കാര്യം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് 5 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, അതിലെവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏത് കാര്യമാണ് ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്നത് നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കുക. താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക, ഇന്ന പോയിന്റാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞത് എന്ന്. അപ്പൊ അതിനെ ഇനി ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ മനസ്സ് ഒന്ന് തുറക്കുക, താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വായിക്കും. നമുക്ക് ഒരുമിച്ചത് തിരുത്തി മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ മാറ്റണം. ഓർക്കുക, ബന്ധങ്ങൾ ഒരു യാത്രയാണ്. ജീവിതം എന്ന് പറയുന്ന യാത്രയാകുമ്പോൾ ബന്ധങ്ങൾ യാത്രയാണ്. തനിച്ച് നടക്കുമ്പോൾ വേഗത കൂടും, ശരിയാണ്. പക്ഷേ കൂടെ ഒരാളുണ്ടെങ്കിലേ ആ യാത്രക്കൊരു ഭംഗിയുള്ളൂ എന്നറിയാം. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിച്ചതിന് ശേഷം വളരെ ഫാസ്റ്റ് നടന്നുകൊണ്ടിരുന്നതാണ്. നടക്കുക തന്നെ, എല്ലാം ഫാസ്റ്റാണ്, പരിപാടി എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. അതൊക്കെ വൈഫ് എൻ്റെ അടുത്ത് നടന്നെത്താൻ, നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂടെ നടന്നെത്താൻ ഒരുപാട് പ്രയാസമായിരുന്നു. ഇപ്പൊ ഞാൻ വഴക്ക് പറയും, നിങ്ങൾക്കൊന്ന് വേഗം നടന്നുകൂടെ, പറ്റതാണ്. അന്നത്തെ ചിന്തയിൽ അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് നടക്കാൻ പറ്റില്ല, എനിക്ക് നടക്കാൻ പറ്റും, നിനക്കെന്ത് നടക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ വഴക്ക് പറയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ നമ്മൾ നടക്കുന്ന ഇത്രയും സ്പീഡിൽ ഇവർക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ സംഭവിക്കാൻ തിരിച്ചറിഞ്ഞ സമയത്ത് ഇപ്പൊ നേരെ സംഭവിക്കുന്ന 6 അടി പൊക്കമുള്ള ഞാൻ ഏറ്റവും പിറകെയും അവൾ മുന്നേയുമായി മാറി. അത് നമ്മൾ അതിനോട് അലൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് ആസ്വദിച്ച് നടക്കാൻ തുടങ്ങി, കൈപിടിച്ച് നടക്കാൻ തുടങ്ങി. ആ നടത്തത്തിനൊക്കെ ഒരു ആസ്വാദനം ഉണ്ടാവും. ജീവിതത്തെ അത്രയേ ഉള്ളൂ, ഈ ആസ്വദിച്ച് ഇങ്ങനെ ജീവിതത്തിൽ പോവുക, ഭംഗിയാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവിടെ വാശിയും വൈരാഗ്യവും ഒന്നും യാതൊരു പ്രശസ്തി, ഇതൊക്കെ നാളെ ഇല്ലാണ്ട് പോകും. പക്ഷെ ഒന്ന് കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ കരഞ്ഞു പിടിച്ച് കൂടെ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഹായം വേണമെങ്കിൽ, നമുക്ക് പെട്ടെന്നൊരു തൊണ്ടയിലൊരു പിടുത്തം വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ സ്വന്തം വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ സ്നേഹം തേടി അലയേണ്ട ഒന്നല്ല, സ്വയം സ്നേഹമായി മാറുക എന്ന് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളും അതാണെങ്കിൽ, അവർക്ക് വേണ്ടി കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ആ ഒരു ഷെയർ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക, മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ്. താങ്ക് യു ആൾ, ലവ് യു.